അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. നമ്മൾ അസിമോളെ സ്കൂളിലെ ഫുഡ് ഫെസ്റ്റിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്ന ഫുഡിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ അത് നമ്മൾ ഇടാട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസും അതേപോലെ വൈറ്റ് പാസ്ത ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഉമ്മയും പിന്നെ അതേപോലെ കുഞ്ഞിരാഘവൻ്റെ കസിൻ്റെ വൈഫ് അവരും കൂടെ ഇട്ടോ പോയത്. പിന്നെ അവൻ്റെ മോനും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പാരൻസ് മീറ്റ്, ചെറിയൊരു മംസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ഫുഡ് ഫെസ്റ്റിലേക്ക് കടക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരുപാട് വെറൈറ്റി ഐറ്റംസും അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഫുഡ് ഫെസ്റ്റിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ പ്രഗ്നന്റ് ആയിരിക്കണം ആ ഒരു ടൈമിൽ എനിക്ക് റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് അസിമോളെ സ്കൂളിലെ എല്ലാ പ്രോഗ്രാംസും ഫെസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. അപ്പൊ ഏതായാലും ഈ വർഷം ഞാൻ ബേബീസിൽ ഒരാളെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരാൾ വീട്ടിലാണ് ഉള്ളത്. അവിടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അപ്പൊ കാക്കാനാക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഇതാ പല വെറൈറ്റി ഐറ്റംസ്, അമേരിക്കൻ പോള, അതേപോലെ കേക്ക്, അങ്ങനത്തെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. പേരറിയാത്ത പല ഐറ്റംസ് ഉണ്ട്. പക്ഷെ പേരൊക്കെ അവരിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബേബീസൊക്കെ ഇതാ അവരുടെ പാരൻസിനെ കണ്ടിട്ടുള്ള ആ ഒരു ത്രില്ലിലാണ് കേട്ടോ. പിന്നെ പായസം, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവരോട് സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സെയിൽ വെച്ചാൽ അങ്ങനെയൊന്നല്ല. പിന്നെ അസിമോൾ ഇതാ ഫ്രൈഡ് റൈസും അതേപോലെ പാസ്തയൊക്കെ വെച്ചിട്ടിരിക്കുന്ന ആള് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഉമ്മാനൊക്കെ കണ്ടപ്പെട്ടോ. പിന്നെ അവരെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറയേണ്ട ആളെ അനിയത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബേബിനെ കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാ മക്കൾ നല്ല ക്യൂട്ടായിട്ട് അവരെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പൊ അവർക്കൊരു സെയിലിന്റെ ആ ഒരു ഇത് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് അവർ ക്യാഷ് കൊടുത്തിട്ട് അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിസ്സുമാർ അതേ നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ചെറിയ ക്യാഷ് കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിച്ച് കഴിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് അവര് പിന്നെ ആ ക്യാഷ് അത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നിട്ടൊക്കെ പറഞ്ഞത്. അപ്പൊ ആ പല നമ്മളെ കുഞ്ഞു നാളിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പല ഐറ്റംസും പുളിച്ചാറ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പൊ ആ ബേബീസ് ഒക്കെ കുറെ കുട്ടികൾ നമ്മൾ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോ പിന്നെ മറ്റാൾക്ക് ഭയങ്കര സങ്കടവും. പിന്നെ അവരെ അങ്ങനെയൊക്കെ വേറെ കാണാൻ നല്ല രസം കേട്ടോ. അവരെ കളിയും കാര്യങ്ങളൊക്കെ മിസ്സുമാർ ഒരു വലിയ കോച്ചിങ് കൊടുത്തിട്ടാണ് കേട്ടോ അവരെ നിർത്തിയിട്ടുള്ളത്. അവരോട് നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോച്ചിങ്. നമുക്കറിയാലോ നമ്മളെ മക്കളെ. അപ്പൊ അവരിങ്ങനെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണി തന്നെ ഉണ്ട്. അപ്പൊ അവര് ഭയങ്കര കോച്ചിങ് കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തിക്കാൻ കേട്ടോ. അപ്പൊ നമ്മള് ഇങ്ങനെ പല ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് നമ്മൾക്ക് കാശൊക്കെ കൊടുത്ത് ഇങ്ങനെ അവരെ ഭയങ്കര സംഭവമൊക്കെ നിർത്തിട്ടോ. അപ്പൊ ദാസിമോള് ഇവിടെ നിന്നിട്ട് നമ്മളോട് ഇങ്ങനെ പോവണ്ടെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. പിന്നെ ഫ്രണ്ട്സുകളോടൊക്കെ ബേബീസിനെ കാണിച്ചെടുത്തിട്ട് ഭയങ്കര എന്റെ ബേബി ഒരാൾ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിനോട് കുറച്ച് സമയം വേണമെങ്കിൽ ചെയ്തിട്ടോ ബേബിനെ കൊണ്ടുവരാതിന്. അപ്പൊ ആളിത് അവിടെ ഉണ്ട്. ഇപ്പം അതിനെ കസിന്റെ മോനെ ഭയങ്കരമായിട്ട് സൽക്കരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവനക്കും എല്ലാതും കൂടി കണ്ടപ്പോ അവനക്കും ഒന്നിനും ആവശ്യമില്ല. പിന്നെ ഇത് അസിമോളെ മിസ്സിന്റെ മോളാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങള് ഫംഗ്ഷനൊക്കെ കണ്ട് ഫെസ്റ്റ് ഒക്കെ കണ്ട് ഏതായാലും മാഷാ അല്ലാഹ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോയി. അപ്പൊ എല്ലാതും കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടോ. ബൈ.